കുട്ടികളെ, നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാറ്റ് ഈസ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസിൻ്റെ ലാസ്റ്റ് പോർഷൻസ് ആണ്. നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൻ്റെ തിയററ്റിക്കൽ പാർട്ടാണെങ്കിൽ നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്ന രണ്ട് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിലെ പോർഷൻസ് ആണ്. വൺ ഈസ് കോൾഡ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് അല്ലെങ്കിൽ HGP എന്ന് പറയും. ശാസ്ത്രലോകത്ത് നടന്ന, പ്രത്യേകിച്ചും ബയോളജിയുടെ ലോകത്ത് നടന്ന ഒരു മെഗാ പ്രൊജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. മെഗാ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി രാജ്യങ്ങളിലെ ശാസ്ത്രകാരന്മാരുടെ സഹായത്താൽ ഒത്തിരി പണം ചെലവഴിച്ച് നടന്ന പ്രൊജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്, അല്ലെങ്കിൽ ഒരു മെഗാ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ. അതിന് ബയോളജിയിൽ നടന്ന ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. ഓരോ ശാസ്ത്രശാഖയിലും അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള മെഗാ പ്രൊജക്റ്റുകൾ നടക്കാറുണ്ട്. ഇപ്പോൾ ഫിസിക്സിലൊക്കെ ഒരു മെഗാ പ്രൊജക്റ്റ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ജർമ്മനിയുടെയും സ്വിറ്റ്സർലാൻഡിൻ്റെയൊക്കെ അതിർത്തിയിൽ ഭൂമിയുടെ അടിയിൽ വലിയ ഗർത്തം ഉണ്ടാക്കിയിട്ട്, ഒരു ടണൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ലാർജ് ഹാഡ്രോൺ കൊളീഷൻ എന്ന് പറയുന്ന ഒരു വലിയ സയൻസ് പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നീട് കളക്ട് ചെയ്തത്. ജീവശാസ്ത്രം നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. ഇവിടെ ജീനോം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നത്? ജീനോം എന്ന് പറഞ്ഞാൽ ദ എൻറ്റയർ DNA ഇൻ ദ ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോം ഓഫ് എൻ ഓർഗാനിസം ഇസ് കോൾഡ് ജീനോം. ഒരു ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോംസിനകത്തുള്ള, ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ചോളം 23 ക്രോമസോംസിനകത്തുള്ള മുഴുവൻ ജീനുകളെയും മുഴുവൻ ജീനുകളെയാണ് നമ്മൾ ജീനോം എന്ന് പറയുന്നത്. ഇൻ ഹ്യൂമൻ ജീനോം DNA is packed in 23 chromosomes, right? Human genome contains about 3 × 10⁹ ബേസ് പെയർസ്. 23 ക്രോമസോംസിനകത്തുള്ള ന്യൂക്ലിയോടൈഡുകളുടെ എണ്ണം ആണ് പറയുന്നത് 3 × 10⁹ ബേസ് പെയർസ്. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് 1990 മുതൽ 2003 വരെ നടന്നൊരു വലിയ ശാസ്ത്ര പ്രൊജക്റ്റാണ്. വാസ് ദ ഫസ്റ്റ് മെഗാ പ്രൊജക്റ്റ് ഫോർ ദ സീക്വൻസിങ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഓഫ് ദ മാപ്പിംഗ് ഓഫ് ഓൾ ദ ജീൻസ് ഇൻ ഹ്യൂമൻ ജീനോം. നിങ്ങളത് പറഞ്ഞു, 23 ക്രോമസോംസിനകത്തുള്ള 3 × 10⁹ ബേസ് പെയർസ്, 3 ലക്ഷം ബേസ് പെയറുകളെ കണ്ടെത്തുന്ന 3 ബില്യൺ ബേസ് പെയറുകളെ കണ്ടെത്താനുള്ള ഒരു വലിയ പ്രൊജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. HGP വാസ് കോർഡിനേറ്റഡ് ബൈ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജി ആൻഡ് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. അമേരിക്കയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജിയും അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തും ചേർന്നിട്ടാണ് ഈ പ്രൊജക്റ്റ് തുടങ്ങിയത്. എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യം? ഗോൾസ് ഓഫ് HGP, പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ലക്ഷ്യം? ഐഡൻറ്റിഫൈ ഓൾ ദ എസ്റ്റിമേറ്റഡ് ജീൻസ് ഇൻ ദ ഹ്യൂമൻ DNA എല്ലാ ജീനുകളെയും കണ്ടെത്തുക. സീക്വൻസിങ് ഓഫ് 3 ബില്യൺ കെമിക്കൽ ബേസ് പെയർസ് ഓഫ് ദ ഹ്യൂമൻ DNA, 3 × 10⁹ ന്യൂക്ലിയോടൈഡുകളെ മുഴുവനും, അതായത് 3 ബില്യൺ ന്യൂക്ലിയോടൈഡുകളെ മുഴുവനും കണ്ടെത്തുക. സ്റ്റോർ ദിസ് ഇൻഫർമേഷൻ ഇൻ ഡാറ്റാബേസ്, ഇങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻ മുഴുവനും കമ്പ്യൂട്ടറിലെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുക. ഇംപ്രൂവ് ടൂൾസ് ഫോർ ഡാറ്റ അനാലിസിസ്, ഇങ്ങനെ കിട്ടുന്ന രേഖകൾ മുഴുവനും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം അതിനെ അനലൈസ് ചെയ്യുക, അതിൻ്റെ ടൂളുകൾ ഉണ്ടാക്കുക, സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക. ട്രാൻസ്ഫർ റിലേറ്റഡ് ടെക്നോളജീസ് ടു അതർ സെക്ടേഴ്സ്, ഇങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻ മുഴുവനും മനുഷ്യനുമായി ബന്ധപ്പെട്ട മറ്റ് ഇൻഡസ്ട്രിയൽ മേഖലകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ ലാസ്റ്റ് വൺ, അഡ്രസ് ദ എത്തിക്കൽ, ലീഗൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ദാറ്റ് മേ അറൈസ് ഫ്രം ദ പ്രോജക്റ്റ്. ഈ പ്രൊജക്റ്റ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതിലൂടെ കിട്ടുന്ന വിവരങ്ങൾ ചിലപ്പോൾ നമുക്ക് മനുഷ്യർക്ക് ഒരുപാട് എത്തിക്കൽ പ്രോബ്ലംസ് ഉണ്ടാക്കിയേക്കാം, ലീഗൽ പ്രോബ്ലംസ് ഉണ്ടാക്കിയേക്കാം. ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യലും കൂടിയാണ് ഇതിൻ്റെ മറ്റൊരു ലക്ഷ്യം. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നാണ്, ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതാണ് മെത്തഡോളജീസ് ആണ് പറയുന്നത്. ഇതിനകത്ത് 2 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണുള്ളത്, അപ്രോച്ചുകളാണുള്ളത്. 2 പ്രധാനപ്പെട്ട അപ്രോച്ചുകളാണുള്ളത്. ഒന്നെന്താണ്? എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ്, ESTs എന്ന് പറയും. ഫോക്കസ്ഡ് ഓൺ ഐഡൻറ്റിഫൈയിങ് ഓൾ ദ ജീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് RNA. നമുക്ക് 2 രീതിയിൽ മനുഷ്യൻ്റെ DNA ജീനുകളെ മുഴുവനായി കണ്ടെത്താം. ഒന്നുകിൽ RNAയിലുള്ള എല്ലാ ജീനുകളെയും കണ്ടെത്തുക. എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ്, എക്സ്പ്രസ്ഡ് എന്ന് പറഞ്ഞാൽ പുറമേക്ക് എക്സ്പ്രസ്ഡ് ആവുന്ന ജീനുകൾ, അത് RNAയിൽ കണ്ടെത്തുക. അല്ലെങ്കിലോ സീക്വൻസിങ് ദ ഹോൾ സെറ്റ് ഓഫ് ജിനോം കണ്ടെയ്നിങ് ഓൾ ദ കോഡിംഗ് ആൻഡ് നോൺ കോഡിംഗ് സീക്വൻസസ് ആൻഡ് ലാറ്റർ അസൈനിങ് ഡിഫറെൻറ്റ് റീജിയൻസ് ഇൻ ദ സീക്വൻസ് വിത്ത് ദ ഫംഗ്ഷൻ. രണ്ടാമത്തേൽ DNA എല്ലാ കോഡിംഗ് നോൺ കോഡിംഗ്, അതായത് എക്സോണും ഇൻട്രോണും ഇതിനെ കണ്ടെത്തിയിട്ട് അതിനെ സീക്വൻസ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റത് RNAയിലാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? DNA നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടുന്നതും വേണ്ടാത്തവരുടെ പാട്ടുണ്ടാവും. ഇതിൽ വേണ്ടുന്ന പാട്ട് മാത്രം നമ്മൾ കണ്ടെത്തേണ്ടതുള്ളൂ. RNAയിലാണെങ്കിൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എക്സോൺസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുറേ കൂടെ കാര്യങ്ങൾ എളുപ്പമാവും RNA ചെയ്യുമ്പോൾ. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ജിനോമിലെ മുഴുവൻ ന്യൂക്ലിയോടൈഡുകളെയും സീക്വൻസ് ചെയ്യുന്നതാണ് അതിൻ്റെ പ്രൊസീജിയറാണ്. ആദ്യം എന്ത് ചെയ്യണം? ഐസൊലേറ്റിംഗ് DNA ഫ്രം സെൽസ്. രണ്ടാമത്തെ എന്താണ്? കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു റാൻഡം ഫ്രാഗ്മെൻറ്റ്സ്. DNA വളരെ വലുതാണ്, അതിനെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മാറ്റുക. മൂന്നാമത്തെ എന്താണ്? ക്ലോൺസ് ഇൻ ഹോസ്റ്റ്,
അതായത് കഷ്ണങ്ങളായി മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ ഈ മുറിച്ച് മാറ്റിയ കഷ്ണങ്ങളുടെ ഫോട്ടോ കോപ്പീസ് ഉണ്ടാക്കണം. അതിന് നമ്മളെ ഫോട്ടോ കോപ്പി മെഷീൻ ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈസ്റ്റും ബാക്ടീരിയയും. ക്ലോണിങ് ഹോസ്റ്റ് ഈ ബാക്ടീരിയ ആസ് വെൽ ഈസ് യൂസിങ് വെക്ടേഴ്സ് ബാക്ക് ആൻഡ് യാക്ക് ഫോർ ആംപ്ലിഫിക്കേഷൻ. അവയെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുന്നത് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോംസ് ഉപയോഗിച്ചിട്ടോ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോംസ് ഉപയോഗിച്ചിട്ടാണ്. ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം, ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവയെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുന്നത്. 4ാം സ്റ്റെപ്പ് എന്താണ്? സീക്വൻസിങ് ദ ഫ്രാഗ്മെൻറ്റഡ് യൂസിങ് ഓട്ടോമേറ്റഡ് DNA സീക്വൻസർ. ഇനി അങ്ങനെ മുറിച്ച കഷ്ണങ്ങളിലെ ന്യൂക്ലിയോടൈഡുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓട്ടോമേറ്റഡ് DNA സീക്വൻസർ എന്ന് പറയുന്ന മെഷീൻ ഉണ്ട്, യൂസിങ് ഫ്രെഡറിക് സാങ്കർ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. 5ാമത്തെ എന്താണ്? അറേഞ്ച് ദ സീക്വൻസ് ബേസ്ഡ് അപ്പോൺ ദ ഓവർലാപ്പിംഗ് റീജിയൻസ്. 6ാമത്തെ എന്താണ്? അലൈൻമെൻറ്റ് ഓഫ് ദ സീക്വൻസസ് യൂസിങ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. ഇങ്ങനെ സീക്വൻസ് ചെയ്യുന്ന സാധനങ്ങളുടെ അലൈൻമെൻറ്റുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിട്ടാണ്. ഇങ്ങനെ ഇത്രയും സ്റ്റെപ്സുകളാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൽ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് കാണുന്നത്. ലിവറിൽ നിന്നൊക്കെ സെൽസ് എടുത്തിട്ട് അതിൻ്റെ ക്രോമസോംസിൽ നിന്നും DNA എടുത്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രിപ്പറേഷനിലൂടെയാണ്. അതിൻ്റെ ടെക്നോളജിക്കൽ സൈഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ആരാണ് ചെയ്തത്? സാങ്കർ ഹാസ് ഓൾസോ ഡെവലപ്ഡ് മെത്തേഡ് ഫോർ സീക്വൻസിങ് അമിനോ ആസിഡ്സ് ഇൻ പ്രോട്ടീൻ. നമ്മൾ നേരത്തെ പറഞ്ഞു സാങ്കർ മെത്തേഡ് എന്ന് പറഞ്ഞത് ഫ്രെഡറിക് സാങ്കറാണ് ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ മെത്തേഡ് കണ്ടുപിടിച്ച ആൾ. അദ്ദേഹം നേരത്തെ തന്നെ അമിനോ ആസിഡുകളെ സീക്വൻസ് ചെയ്യുന്ന മെത്തേഡ് കണ്ടെത്തിയിരുന്നു. പിന്നീടാണ് DNA സീക്വൻസ് ചെയ്യുന്ന മെത്തേഡ് കണ്ടെത്തിയത്. DNA is converted into random fragments as there are ടെക്നിക്കൽ ലിമിറ്റേഷൻസ് ഇൻ സീക്വൻസിങ് വെരി ലോങ് പീസസ് ഓഫ് DNA. കാരണം വലിയ DNA എടുത്തിട്ട് അതിനകത്തുള്ള മുഴുവൻ കാര്യങ്ങൾ വായിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വായിക്കേണ്ട എളുപ്പത്തിന് വേണ്ടിയിട്ട് റീഡ് ചെയ്യേണ്ട എളുപ്പത്തിന് വേണ്ടി DNA ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നത്. HGP വാസ് ക്ലോസ്ലി അസോസിയേറ്റ് വിത്ത് ബയോ ഇൻഫർമാറ്റിക്സ്. ഈ HGP ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് അവസാനിക്കുന്നതോടുകൂടി പുതിയൊരു ശാസ്ത്രശാഖ ഡെവലപ്പ് ചെയ്തു. ആ ശാസ്ത്രശാഖയാണ് ഹ്യൂമൻ ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് വിളിക്കുന്നത്. ബയോ ഇൻഫർമാറ്റിക്സ് ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ടു ദ ഫീൽഡ് ഓഫ് ബയോളജി ആൻഡ് മെഡിസിൻസ്. കമ്പ്യൂട്ടർ ടെക്നോളജിയുടെയും ബയോടെക്നോളജിയുടെയും സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രശാഖയാണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ചെയ്തതിലൂടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായി? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓഫ് ദ 24 ക്രോമസോംസ്, എന്താ 24 ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ 22 ഓട്ടോസോംസ് ആൻഡ് X and Y, എക്സ് ക്രോമസോം Y ക്രോമസോം രണ്ടും കൂടി ചേർത്തിട്ട് 24 ആവുന്നത്. ഏറ്റവും അവസാനം ഇപ്പോൾ ഓരോ ക്രോമസോം എടുക്കും, അതിനെ പിന്നെ തുറക്കും, DNA പുറത്തെടുക്കും, മുറിച്ച് കഷ്ണങ്ങളാക്കും, അതിനെ വായിക്കും. അങ്ങനെ ഓരോ ക്രോമസോം അവസാനം വായിച്ച ക്രോമസോം നമ്പർ 1 ആണ്. ഏറ്റവും അവസാനം വായിച്ച ക്രോമസോം നമ്പർ 1 മെയ് 2006 ഈ പ്രോജക്റ്റ് അവസാനിച്ചത്. എന്തുകൊണ്ടാണ് ക്രോമസോം 1 എടുത്തത്? ഏറ്റവും വലിയ ക്രോമസോമാണ് ക്രോമസോം നമ്പർ 1. ജനറ്റിക് ആൻഡ് ഫിസിക്കൽ മാപ്സ് on genome were generated using the informations on polymorphism of restriction endonuclease, recognition sites and some repetitive DNA sequences, microsatellite. Genetical and physical maps developed of the genome were generated using the informations on polymorphism of restriction endonuclease. Restriction endonuclease എന്ന് പറയുന്ന എൻസൈംസ് ഉപയോഗിച്ചാണ് DNA കഷ്ണങ്ങളാക്കുന്നത്. Recognition site and some repetitive sequences, microsatellites. Repetitive sequence എന്ന് പറഞ്ഞാൽ DNA ന്യൂക്ലിയോടൈഡ് സീക്വൻസ് മുഴുവൻ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ചില പർട്ടിക്കുലർ ന്യൂക്ലിയോടൈഡ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. AAA അല്ലെങ്കിൽ ATCG ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള പോർഷൻസ് DNA ഇഷ്ടംപോലെ ഉണ്ട്. അവയെ നമ്മൾ repetitive DNA sequence എന്ന് പറയുന്നത്. DNA sequencing also have been done in bacteria, yeast. ഇതിലൊക്കെ DNA സീക്വൻസിങ് നമ്മൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. ഡ്രോസോഫില്ല പ്ലാന്റ്സിലൊക്കെ നമ്മൾ DNA സീക്വൻസിങ് നേരത്തെ നടത്തിയിട്ടുണ്ട്. ഇനി DNA ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ സാലിയൻ്റ് ഫീച്ചേഴ്സ്, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ 5 സാലിയൻ്റ് ഫീച്ചേഴ്സിന് പ്രത്യേകത ഉണ്ട് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൽ. എന്തൊക്കെയാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ? 1, ഹ്യൂമൻ ജീനോമിൽ എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ട്? ഇത്രയും ന്യൂക്ലിയോടൈഡ് ഉണ്ട്, 3164.7 മില്യൺ ന്യൂക്ലിയോടൈഡ് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് എത്രയാണ്? 30,000 ആണ്. മനുഷ്യരിലുള്ള ജീനുകളുടെ ടോട്ടൽ എണ്ണം 30,000 ആണ്. ആവറേജ് ജീൻ സീക്വൻസ്, ഒരു ജീനകത്ത് എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ട്? 3000 ബേസ് ആണ്. പക്ഷേ വളരെ കൂടുതൽ ന്യൂക്ലിയോടൈഡുള്ള ജീനും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ദ ബിഗ്ഗസ്റ്റ് ജീൻ ഈസ് 2.4 മില്യൺ ബേസ് ഉള്ളതാണ് ഡിസ്ട്രോഫിൻ എന്ന് പറയുന്ന ഒരു ജീനാണ് ഹ്യൂമൻ ബീയിങ്ങിലെ ഏറ്റവും വലിയ ജീൻ. വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ജീൻ? ഡിസ്ട്രോഫിൻ. ബൈഹാർട്ട് പഠിച്ചോളണം, ഡിസ്ട്രോഫിൻ. അതിനകത്ത് എത്ര ന്യൂക്ലിയോടൈഡിന്? 2.4 മില്യൺ ബേസ് ഉണ്ട്. നൗ 99.9 ന്യൂക്ലിയോടൈഡ് ബേസ് ആർ സെയിം ഇൻ ഓൾ പീപ്പിൾ. നിങ്ങളത് ഓർത്തോളണം. 99.9% ന്യൂക്ലിയോടൈഡും എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. 0.1% മാത്രമേ നമ്മൾ തമ്മിൽ വ്യത്യാസമുള്ളൂ.
ഫങ്ഷൻസ് ഓഫ് ഓവർ 50% ഓഫ് ദ ഡിസ്കവർഡ് ജീൻസ് ആർ അൺനോൺ. 50% ജീനുകളുടെ പ്രവർത്തനം ആർക്കും അറിയില്ല. ക്രോമസോംസ് 1 ഹാസ് ദ മോസ്റ്റ് ജീൻസ്. ഏറ്റവും കൂടുതൽ ജീനുള്ള ക്രോമസോം 1 ആണ്, 2968. ആൻഡ് വൈ ക്രോമസോം ഹാസ് ദ ഫ്യൂവസ്റ്റ്. പുരുഷനിലെ വൈ ക്രോമസോമിനാണ് ഏറ്റവും കുറവ് ജീനുള്ളത്, 231 ജീൻ. ലെസ് ദൻ 2% ഓഫ് ദ ജീനോം കോഡ് ഫോർ പ്രോട്ടീൻ. ആകെയുള്ള ജീനുകളിൽ വെറും 2% താഴെ ജീനുകൾ മാത്രമേ പ്രോട്ടീൻ കോഡ് ചെയ്യുന്നുള്ളൂ. A very large portions of the human genome is made of repeated sequences. These are stretch of DNA sequences that are repeated many times. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചില ന്യൂക്ലിയോടൈഡ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും, റിപ്പീറ്റഡ് സീക്വൻസ്. ദേ ഹാവ് നോ ഡയറക്റ്റ് കോഡിംഗ് ഫങ്ഷൻസ്. ദേ ഷെഡ് ലൈറ്റ് ഓൺ ക്രോമസോം സ്ട്രക്ചർ, ഡൈനാമിക്സ് ആൻഡ് എവല്യൂഷൻ. ഈ റെപ്പിറ്റേറ്റീവ് സീക്വൻസിന് ധാരാളം ഫങ്ഷൻസ് ഉണ്ട്. അവ എന്ത് ചെയ്യുന്നു? ക്രോമസോംസിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും എവല്യൂഷനെ കുറിച്ചൊക്കെയുള്ള സൂചനകൾ നൽകുന്നു. About 1.4 million locations have single base DNA difference. ഏകദേശം 1.4 million സ്ഥലത്ത് ഒറ്റ ന്യൂക്ലിയോടൈഡ് മാത്രം ഡിഫറൻസ് ഉള്ള ഒരുപാട് സെയിം ഏരിയാസ് ഉണ്ട്. ദേ ആർ കോൾഡ് SNPs. പഠിച്ചോളം SNPs, അബ്രിവേഷൻ ചോദിക്കാം. സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം, SNP, സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. ദിസ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ക്രോമസോമൽ ലൊക്കേഷൻസ് ഫോർ ഡിസീസ് അസോസിയേറ്റ് സീക്വൻസസ് ആൻഡ് ട്രേസിംഗ് ഹ്യൂമൻ ഹിസ്റ്ററി. Okay, so these are the main aspects of Human Genome Project.